ഇരുപത്തിയാറാം ദിവസം രാവിലെ 10 മണി. രാവിലെ 11 മണി. സുബലക്ഷ്മി, എന്തു പറ്റി? ബിഗ് ബോസ്, എനിക്ക് இந்த மாதிரி ഒരു ഗെയിമിൽ നിൽക്കാൻ പറ്റും തോന്നില്ല. എനിക്ക് ഒട്ടനായിട്ട് കൊണ്ട് മതി. എനിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നതാണ്. പക്ഷെ ഞാൻ കരുതുന്നപ്പോൾ ഒരു ഷോ അല്ലാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ബിഗ് ബോസിന്റെ ദൈവം എന്നെ പുറത്തേക്ക് ആക്കണം. പ്ലീസ് എന്നെ പുറത്തേക്ക് വിടണം. എനിക്ക് ഈ ഷോയിൽ നിൽക്കാൻ പറ്റില്ല. മെന്റലിനെ ഒട്ടും പ്രിപ്പയർ അല്ല ഈ ഷോ. എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് മതിയായി. പ്ലീസ് എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി എന്നെ ഒന്ന് പുറത്തേക്ക് വിടണം. എനിക്ക് ഈ ഷോയിൽ ഒട്ടും തന്നെ നിൽക്കണ്ട ബിഗ് ബോസ്. സുബലക്ഷ്മി, ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ആദ്യമായി കയറുന്ന 2 പേരിൽ ഒരാളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഈ ഷോയിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ബിഗ് ബോസ് ഒട്ടും തന്നെ നിർബന്ധിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഡോർ വഴി നിങ്ങൾക്ക് ഈ വീട്ടിലും ഷോയിലും നിൽക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അതുവഴി പുറത്തേക്ക് വരാം. അല്ലെങ്കിൽ ഈ ഷോയിൽ നിന്ന് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള വാതിൽ വഴി വീട്ടിലേക്ക് തിരികെ പോകാം. ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇല്ല ബിഗ് ബോസ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ലെഫ്റ്റ് സൈഡ് വഴി കൂടെ വെളിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് കാണുന്ന വാതിൽ വഴി പുറത്തേക്ക് വരാവുന്നതാണ്. ഉച്ചയ്ക്ക് 12 മണി. മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ സീസൺ 2 ഹൗസിലേക്ക് കയറിയ 2 മത്സരാർത്ഥികളാണ് മിസ്റ്റർ പ്രസാദ് ആൻഡ് മിസ്സിസ് സുബലക്ഷ്മി. ഇതിൽ സുബലക്ഷ്മിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലെന്നും ഈ ഷോയിൽ തുടർന്നു പോകാൻ ആഗ്രഹമില്ലെന്നും പറഞ്ഞുകൊണ്ട് സൊമനസാൽ ഈ വീടിനോടും ഷോയിനോടും എന്നേക്കുമായി യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയിരിക്കുകയാണ്.